ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും ചായ കുടിക്കാനുള്ള സമയമായോ? നമ്മുടെ ഇതേ പശുവിനെ മേയ്ക്കുന്ന സ്ഥലവും നമ്മുടെ ആടുകളെ മേയ്ക്കുന്ന സ്ഥലം കേട്ടോ. അത് ഇതുണ്ടോ, എല്ലാം കരിഞ്ഞ് ഉണങ്ങി. ഇനി ഒരു 2 മാസത്തേക്ക്, അതായത് ഇത് ഫെബ്രുവരി അല്ലേ, മാർച്ച് ഏപ്രിൽ മെയ് 3 മാസം അതിൻ്റെ ഉള്ളിൽ മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒന്ന് പച്ചപ്പ് വരും. ഇങ്ങനെയായി ഇവിടെയൊക്കെ. അതാണ് നമ്മുടെ ആടുകളെ ഇവിടെ വന്നിട്ട് കരിയില പറക്കിക്കൊണ്ടിരിക്കുക. അതായത് പ്ലാവിൻ്റെ ഇല, ഇങ്ങനെ പ്ലാവിൻ്റെയും നമ്മുടെ ഇവിടെ കൈനി മരം എന്ന് പറയും, കൈനിയുടെ ഇലയും വീഴുമ്പോൾ അത് പെറുക്കാനായിട്ട് ഇങ്ങനെ അതുകളിങ്ങനെ പെറുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കണ്ടോ, അല്ലാതെ അവർക്ക് തിന്നാനൊന്നും ഇല്ല. അപ്പം നമ്മൾ വെട്ടിക്കൊടുക്കാറാണ് ചെയ്യുക. തൂപ്പ്, ഇങ്ങനെ പ്ലാവിൻ്റെ തൂപ്പ്, നമ്മളിവിടെ തൂപ്പ് എന്നൊക്കെയാട്ടാ പറയുക. പാലക്കാട് തൂപ്പ് വെട്ടുക, കൈനിയുടെ തൂപ്പ്, അങ്ങനെയൊക്കെ വെട്ടിയിട്ട് അവർക്ക് കെട്ടിക്കൊടുക്കുക. പിന്നെ ജസ്റ്റ് അവർക്കൊന്ന് നടക്കണ്ടേ, 2 ആൾ പ്രഗ്നൻ്റ് ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മളിങ്ങനെ അയച്ചു വിടേണ്ട. ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കണ്ടോ, ഇതാണ് അവസ്ഥ. ഇനി മഴയൊന്ന് പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കാട് കണക്കെ കയറും. അങ്ങനെ ഇത്രയും ഉണങ്ങിയിട്ടോ. അപ്പോൾ നമുക്ക് തുലാവർഷം കിട്ടിയില്ലായിരുന്നല്ലോ, അത് കാരണം കൊണ്ട് ഭയങ്കര ഇതായിപ്പോയി. ഭയങ്കര അവരെന്ത് പച്ചയാണ് കിട്ടണമെന്നുണ്ട്, കഴിക്കാത്ത ഇലകൾ പോലും കഴിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഇതാണ് കാണിച്ചു തരാം. കാടുകൾ എന്തൊക്കെയാണ് തിന്നണമെന്ന് അവർക്ക് തന്നെ അറിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാക്കണ്ടോ. പാവങ്ങൾ അങ്ങോട്ട് തന്നെ തൊടുവ് മുഴുവൻ ഓടിച്ചിട്ട് ഇപ്പോൾ ഇവിടെ എത്തിയതേ ഉള്ളൂ. ഒന്നുമില്ല കഴിക്കാനായിട്ട്. എവിടെയെങ്കിലും ഓരോ പച്ചിലകളുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. വേണ്ട, അതാണ് അവസ്ഥ. കരിയിലകൾ പെറുക്കുക, ഇതെങ്ങനെ എന്തെങ്കിലും ഓരോ പച്ച അവിടെ ഉണ്ടെങ്കിൽ അതിനെ പെറുക്കി തിന്നുക. അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. കണ്ടോ, കരിയിലയാണ് അവർ തിന്നണ കണ്ടില്ലേ, പ്ലാവിൻ്റെ ഇല ഉണങ്ങി വീണെടുത്ത്. നമ്മുടെ ഇവനാണെങ്കിൽ അകത്തൊന്നും പിടിക്കില്ല, അവന് ഭയങ്കര വാശിയാണ്. കണ്ടോ.